ഓൾ വെൽക്കം ടു സ്റ്റഡി വിൻ PSC. നാളെ നടക്കുന്ന ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ്, ഫോറസ്റ്റ് ഡ്രൈവർ എന്നീ പരീക്ഷകളുടെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ഒക്ടോബറിൽ നടക്കുന്ന 10th പ്രിലിംസിന് വേണ്ടിയിട്ട് സ്റ്റഡി വിൻ PSC സെപ്റ്റംബർ 10 മുതൽ ഒരു പെയ്ഡ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വളരെ ചെറിയൊരു ഫീസേ ഉള്ളൂ, 100 രൂപ മാത്രം. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഡെമോ ക്ലാസ് കാണേണ്ടവർ യൂട്യൂബിലെ തന്നെ പ്ലേലിസ്റ്റ് നോക്കി ക്ലാസ്സുകൾ കണ്ടിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്താൽ മതി. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, 100 രൂപ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ ക്ലാസ് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം ഏത്? ഓപ്ഷൻ സി മീററ്റ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ ബി രാജാറാം മോഹൻ റോയി. ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചതാര്? ഓപ്ഷൻ ഡി ദാദാഭായ് നവറോജി. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ ബി ചമ്പാരൻ സത്യാഗ്രഹം. ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട് ഇന്ത്യൻ ദേശീയ സമരത്തിലെ ഏത് കാലഘട്ടത്തിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ ബി തീവ്ര ദേശീയതയുടെ കാലഘട്ടം. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ ഉൾപ്പെടാത്തതേത്? ഓപ്ഷൻ ബി പഞ്ചാബ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ എ ഫസൽ അലി. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായി നിരാഹാര സമരം നടത്തി മരണമടഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഓപ്ഷൻ ബി പോറ്റി ശ്രീരാമലു. ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വച്ചത് ഏത് മേഖലയുടെ വികസനമാണ്? ഓപ്ഷൻ ഡി കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ എത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം? ഓപ്ഷൻ എ മംഗൾയാൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏത്? ഓപ്ഷൻ സി ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം. വയസ്സു മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഏത് മൗലിക അവകാശത്തിൻ്റെ ഭാഗമാണ്? ഓപ്ഷൻ ബി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏത്? ഓപ്ഷൻ ഡി ഭാഗം 4A. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം 4A. ഇന്ത്യൻ ഭരണഘടന പ്രദാനം ചെയ്യുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്ര? ഓപ്ഷൻ ബി 6. മൗലിക അവകാശങ്ങളുടെ എണ്ണം 6. നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗാന്ധിയൻ ആശയം അല്ലാത്തതേത്? ഓപ്ഷൻ ബി യൂണിഫോം സിവിൽ കോഡ്. താഴെ പറയുന്നവയിൽ ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏവ? ഓപ്ഷൻ ബി ശ്രീലങ്ക, മാലിദ്വീപ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്ന മലനിര ഏത്? ഓപ്ഷൻ എ കാറക്കോറം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്ന മലനിര കാറക്കോറം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ ഏത് മരുഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി ഥാർ. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന പ്രദേശം ഏത്? ഓപ്ഷൻ എ ഉത്തര മഹാസമതലം. ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്ന പ്രദേശം ഏത്? ഓപ്ഷൻ സി ഇന്ദിരാ പോയിന്റ്. ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്ന പ്രദേശം ഇന്ദിരാ പോയിന്റ്. കായംകുളത്ത് സ്ഥിതി ചെയ്യുന്ന വൈദ്യുത നിലയം ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ ബി 3 മാത്രം.
താപവൈദ്യുത നിലയം. കായംകുളം താപവൈദ്യുത നിലയം. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത. ഓപ്ഷൻ സി 3 മാത്രം. ദേശീയ ജലപാത 3. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത 3. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏത്? ഓപ്ഷൻ ഡി 3 മാത്രം. ബേക്കൽ കോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ബേക്കൽ കോട്ട. കേരളത്തിലുള്ള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ഓപ്ഷൻ എ 4 മാത്രം. പീച്ചി. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പീച്ചിയിൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല. ഓപ്ഷൻ ബി 1 മാത്രം. ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ഇടുക്കി. പറമ്പിക്കുളം ടൈഗർ റിസർവ് ഏത് ഗ്രാമപഞ്ചായത്തിലാണ്? ഓപ്ഷൻ എ 4 മാത്രം. മുതലമട. കേരളത്തിലെ 16ാമത് വന്യമൃഗ സങ്കേതം. ഓപ്ഷൻ സി 4 മാത്രം. മലബാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ 16ാമത് വന്യമൃഗ സങ്കേതം മലബാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം. ഓപ്ഷൻ സി 3 മാത്രം. തട്ടേക്കാട്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം തട്ടേക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം. ഓപ്ഷൻ സി 2 മാത്രം. ഇരവികുളം. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഇരവികുളം. 2023 വർഷത്തിലെ സ്വരാജ് പുരസ്കാരത്തിൽ 1ാം സ്ഥാനം നേടിയ ഗ്രാമപഞ്ചായത്ത്. ഓപ്ഷൻ എ 2 മാത്രം. മുളന്തുരുത്തി. താഴെ പറയുന്നവയിൽ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധമുള്ള പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ ബി 2 and 3. വഴി നടക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടിയായിരുന്നു പിന്തുണ നൽകാൻ മഹാത്മാഗാന്ധി എത്തിയിരുന്നു. തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ സി 3 മാത്രം. ശംഖുമുഖത്ത് പി കൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലായിരുന്നു ഉപ്പ് നിയമം ലംഘിച്ചത്. തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകളാണ്. പയ്യന്നൂരിൽ കെ കേളപ്പന്റെ നേതൃത്വത്തിലായിരുന്നു ഉപ്പ് നിയമം ലംഘിച്ചത്. കോഴിക്കോട് മുഹമ്മദ് അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിലായിരുന്നു ഉപ്പ് നിയമം ലംഘിച്ചത്. താഴെ പറയുന്നവയിൽ വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന സമരം ഏതായിരുന്നു? ഓപ്ഷൻ എ ചാന്നാർ ലഹള. ഇന്ത്യൻ നാഷണൽ ആർമിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മലയാളി വനിത ആരായിരുന്നു? ഓപ്ഷൻ സി ക്യാപ്റ്റൻ ലക്ഷ്മി. ഇന്ത്യൻ നാഷണൽ ആർമിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മലയാളി വനിത ക്യാപ്റ്റൻ ലക്ഷ്മി. ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ സി 3 മാത്രം. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. അത് ഓർത്തു വയ്ക്കുക. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി. തന്നിരിക്കുന്നതിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധമുള്ള പ്രസ്താവനകളാണ്. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു. അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. 2026 ഏഷ്യൻ കായികമേളയ്ക്ക് ആതിഥേയമേകുന്ന രാജ്യം ഏതാണ്? താഴെ തന്നവയിൽ നിന്നും കണ്ടെത്തുക. ഓപ്ഷൻ ബി ജപ്പാൻ. 2026 ഏഷ്യൻ കായികമേളയ്ക്ക് ആതിഥേയമേകുന്ന രാജ്യം ജപ്പാൻ. താഴെ പറയുന്നവയിൽ ചാന്ദ്രയാൻ 3മായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ എ 1 മാത്രം. തുമ്പയിൽ നിന്ന് വിക്ഷേപണം നടത്തി. താഴെ പറയുന്നവയിൽ ചാന്ദ്രയാൻ 3മായി ബന്ധമുള്ള പ്രസ്താവനകളാണ്. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപണം നടത്തി. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി. 2023 വയലാർ അവാർഡ് ലഭിച്ച സാഹിത്യകാരൻ ആരാണ്? ഓപ്ഷൻ ഡി ശ്രീകുമാരൻ തമ്പി. 2023 വയലാർ അവാർഡ് ലഭിച്ച സാഹിത്യകാരൻ ശ്രീകുമാരൻ തമ്പി. 2024 വയലാർ അവാർഡ് ലഭിച്ച സാഹിത്യകാരൻ അശോകൻ ചെരുവിലാണ്. അതും കൂടെ ഓർത്തു വയ്ക്കുക. 2024 വയലാർ അവാർഡ് ലഭിച്ച സാഹിത്യകാരൻ അശോകൻ ചെരുവിൽ.
അശോകൻ ചെരുവിൽ. 2023 നവംബർ മാസത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനം കണ്ടെത്തുക. ഓപ്ഷൻ സി തെലങ്കാന. താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ എ ഒന്ന് മാത്രം. കമ്പ്യൂട്ടറിൽ ശബ്ദം റെക്കോർഡ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഓഡാസിറ്റി. കമ്പ്യൂട്ടറിൽ ശബ്ദം റെക്കോർഡ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഓഡാസിറ്റി. ശരീരവാർച്ചയ്ക്ക് സഹായിക്കുന്ന പോഷക ഘടകം ഏത്? ഓപ്ഷൻ ബി പ്രോട്ടീൻ. ശരീരവാർച്ചയ്ക്ക് സഹായിക്കുന്ന പോഷക ഘടകം പ്രോട്ടീൻ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏത്? ഓപ്ഷൻ സി വിറ്റാമിൻ കെ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ കെ. കട്ടയുടെ കായും വിറ്റാമിൻ കെയുടെ കെയും കൂടെ വെച്ചങ്ങ് ഓർത്താൽ മതി. കട്ടയുടെ കായും കെയുടെ കെയും, വിറ്റാമിൻ കെയുടെ കെയും. ഓക്കെ, അപ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ കെ. കട്ടയുടെ കായും വിറ്റാമിൻ്റെ കെയും. ഏത് സൂക്ഷ്മജീവിയാണ് അത്ലറ്റ്സ് ഫൂട്ട് എന്ന രോഗമുണ്ടാക്കുന്നത്? ഓപ്ഷൻ ബി ഫംഗസ്. പ്രമേഹ രോഗ ബോധവൽക്കരണത്തിന് ഉപയോഗിക്കുന്ന ലോഗോ ഏത്? ഓപ്ഷൻ ബി നീലവൃത്തം. പ്രമേഹ രോഗ ബോധവൽക്കരണത്തിന് ഉപയോഗിക്കുന്ന ലോഗോ നീലവൃത്തം. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിനെ നിയന്ത്രിക്കുന്ന 2 ഹോർമോണുകളിൽ ഒന്നാണ് ഗ്ലൂക്കഗോൺ. മറ്റൊന്നേത്? ഓപ്ഷൻ എ ഇൻസുലിൻ. ചുവടെ തന്നിരിക്കുന്നവയിൽ ശ്വാസകോശ രോഗം ഏത്? ഓപ്ഷൻ സി എംഫിസിമ. ശ്വാസകോശ രോഗം എംഫിസിമ. ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന അവസ്ഥയുടെ പ്രത്യേകത എന്ത്? ഓപ്ഷൻ ഡി മൂത്രത്തിലൂടെ അധിക ജലനഷ്ടം. ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന അവസ്ഥയുടെ പ്രത്യേകത മൂത്രത്തിലൂടെ അധിക ജലനഷ്ടം. ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗം ഏത്? ഓപ്ഷൻ എ എലിപ്പനി. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ലെപ്റ്റോസ്പൈറ. ഏത് രോഗത്തിനെ തടയാനാണ് BCG വാക്സിൻ എടുക്കുന്നത്? ഓപ്ഷൻ ഡി ക്ഷയം. BCG വാക്സിൻ എടുക്കുന്നത് ക്ഷയരോഗത്തെ തടയാനാണ്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കിയ പദ്ധതി ഏത്? ഓപ്ഷൻ എ സ്നേഹസാന്ത്വനം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കിയ പദ്ധതി സ്നേഹസാന്ത്വനം. ഒരു ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്നതിനുള്ള ലൈസൻസ് എടുക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി? ഓപ്ഷൻ സി 20 വയസ്സ്. ഒരു ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്നതിനുള്ള ലൈസൻസ് എടുക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി 20 വയസ്സ്. സ്പാർക്ക് പ്ലഗ് ഉപയോഗിക്കാത്ത എഞ്ചിൻ? ഓപ്ഷൻ എ ഡീസൽ എഞ്ചിൻ. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആയിരുന്നു. BS6 എഞ്ചിൻ ഫിറ്റ് ചെയ്ത പുതിയ വാഹനങ്ങൾക്ക് പുക പരിശോധന സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമുണ്ടോ? ഓപ്ഷൻ ബി 1 വർഷത്തിന് ശേഷം ആവശ്യമാണ്. 24 വോൾട്ട് സിസ്റ്റം ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ എത്ര ബാറ്ററി ഉണ്ടായിരിക്കും? ഓപ്ഷൻ സി 2. താഴെ കാണിച്ചിരിക്കുന്ന ചിഹ്നം എന്തിനെ സൂചിപ്പിച്ചിരിക്കുന്നു? ഈ ക്വസ്റ്റ്യൻ ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആയിരുന്നു. വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് ഇടത് കൈകൊണ്ട് കാണിക്കാവുന്ന സിഗ്നൽ? ഓപ്ഷൻ ഡി ഇല്ല, സിഗ്നൽ ഒന്നും ഇല്ല. മോട്ടോർ വാഹന നിയമം സെക്ഷൻ 185 പ്രകാരം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം? ഓപ്ഷൻ സി മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത്. മോട്ടോർ വാഹന നിയമം സെക്ഷൻ 185 പ്രകാരം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത്. സ്കൂൾ ബസ്സുകൾക്ക് അനുവദിച്ച പരമാവധി വേഗത? ഓപ്ഷൻ സി 50 km/h. സ്കൂൾ ബസ്സുകൾക്ക് അനുവദിച്ച പരമാവധി വേഗത 50 km/h. ഒരു വാഹനം മറ്റൊരു വാഹനത്തിന്റെ പുറകിൽ ഓടിച്ചു പോകുമ്പോൾ പാലിക്കേണ്ട അകലം മുമ്പിലെ വാഹനത്തിൽ നിന്നും? ഓപ്ഷൻ ഡി സുരക്ഷിതമായ അകലം. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആയിരുന്നു. CRDAയുടെ പൂർണ്ണരൂപം? ഓപ്ഷൻ സി കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ.
CRDA പൂർണ്ണരൂപം കോമൺ റെയിൽ ഡയറക്റ്റ് ഇൻജങ്ഷൻ. 4 സ്ട്രോക്ക് എഞ്ചിനുകളിൽ വായു അകത്തേക്കെടുക്കുന്ന സ്ട്രോക്ക്. ഓപ്ഷൻ എ സക്ഷൻ. ഒരു 4 സ്ട്രോക്ക് എഞ്ചിനിൽ ഏത് വാൽവിനാണ് കൂടുതൽ വലുപ്പം? ഓപ്ഷൻ എ ഇൻലെറ്റ് വാൽവ്. മോട്ടോർ വാഹന നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതുതരം വാഹനത്തിനാണ് പെർമിറ്റ് ആവശ്യമില്ലാത്തത്? ഓപ്ഷൻ ഡി 3000 കിലോഗ്രാമിന് താഴെ GVW ഉള്ള എല്ലാ ഗുഡ്സ് വാഹനങ്ങൾക്കും. താഴെ കാണിച്ചിരിക്കുന്ന ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ സി എഞ്ചിന്റെ താപനില ഇൻഡിക്കേറ്റർ. ബ്രേക്ക് ഫെയ്ഡ് എന്നാൽ? ഓപ്ഷൻ സി ബ്രേക്കിംഗ് സിസ്റ്റത്തിന് സംഭവിക്കുന്ന ഒരു തകരാർ. ഇൻകൂളർ എന്തിന്റെ ഭാഗമാണ്? ഓപ്ഷൻ ഡി എഞ്ചിൻ എയർ ഇൻടേക്ക് സിസ്റ്റം. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആയിരുന്നു. ഹെവി വാഹനം എന്നാൽ? ഓപ്ഷൻ ഡി GVW 12,000 കിലോഗ്രാമിന് മുകളിലുള്ള വാഹനങ്ങൾ. ഹെവി വാഹനം GVW 12,000 കിലോഗ്രാമിന് മുകളിലുള്ള വാഹനങ്ങൾ. താഴെ കാണിച്ചിരിക്കുന്ന ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ ബി എയർ ബാഗ് വാണിംഗ്. 4 സൈഡ് ഇൻഡിക്കേറ്ററുകൾ ഒരേ സമയം ഉപയോഗിക്കുന്നത് എപ്പോൾ? ഓപ്ഷൻ സി അപകട സൂചന നൽകുന്നതിന്. ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ബാഡ്ജിന്റെ കാലാവധി. ഓപ്ഷൻ ഡി 5 വർഷം. ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എന്നാൽ? ഓപ്ഷൻ ബി 7500 കിലോഗ്രാമിന് താഴെ GVW ഉള്ള വാഹനങ്ങൾ. ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ. ഓപ്ഷൻ ബി 7500 കിലോഗ്രാമിന് താഴെ GVW ഉള്ള വാഹനങ്ങൾ. 50 cc താഴെയുള്ള വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ലൈസൻസ് ലഭിക്കുന്നതിനുള്ള ചുരുങ്ങിയ പ്രായപരിധി. ഓപ്ഷൻ ബി 16 വയസ്സ്. 50 cc താഴെയുള്ള വാഹനങ്ങൾ ഓടിക്കുന്നതിന് ഉള്ള ലൈസൻസ് ലഭിക്കുന്നതിനുള്ള ചുരുങ്ങിയ പ്രായപരിധി 16 വയസ്സ്. ആഡ് ബ്ലൂ ഉപയോഗിക്കുന്നത് ഏതുതരം എഞ്ചിനുകളിൽ? ഓപ്ഷൻ സി ഡീസൽ. ആഡ് ബ്ലൂ ഉപയോഗിക്കുന്നത് ഡീസൽ എഞ്ചിനുകളിൽ. ഡീസൽ എക്സ്ഹോസ്റ്റ് ഫ്ലൂയിഡ് ഉപയോഗിക്കുന്നത് എന്ത് ആവശ്യത്തിനായി? അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിന്. മോട്ടോർ വാഹന നിയമം 112 വകുപ്പ് അനുശാസിക്കുന്നത് വാഹനങ്ങളുടെ. ഓപ്ഷൻ ഡി വേഗതാ പരിധി. മോട്ടോർ വാഹന നിയമം 112 വകുപ്പ് അനുശാസിക്കുന്നത് വാഹനങ്ങളുടെ വേഗതാ പരിധി. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആയിരുന്നു. റീടാർഡർ എന്ത് ആവശ്യത്തിനായി വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നു? ഓപ്ഷൻ ബി വാഹനത്തിന്റെ സ്പീഡ് കുറയ്ക്കുന്നതിന്. റിട്ടാർഡർ വാഹനത്തിന്റെ സ്പീഡ് കുറയ്ക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത്. വാഹനം ആകെ ഓടിയ ദൂരം കാണിക്കുന്ന ഉപകരണം. ഓപ്ഷൻ എ ഓഡോമീറ്റർ. വാഹനം ആകെ ഓടിയ ദൂരം കാണിക്കുന്നതിനുള്ള ഉപകരണം ഓഡോമീറ്റർ. തുരങ്കത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു ഡ്രൈവർ വാഹനത്തിന്റെ. ഓപ്ഷൻ സി ഹെഡ്ലൈറ്റ് ഡീപ്പ് ബീം ഓൺ ചെയ്ത് കടന്നു പോകണം. കെട്ടിവലിക്കുവാൻ അനുവാദമില്ലാത്ത വാഹനം. ഓപ്ഷൻ എ ഇരുചക്ര വാഹനം. ഒരു ട്രാക്ടറിൽ ഡ്രൈവറെ കൂടാതെ എത്ര പേരെ കയറ്റുവാൻ അനുവാദമുണ്ട്? ഓപ്ഷൻ ഡി അനുവാദം ഇല്ല. ഒരു ട്രാക്ടറിൽ ഡ്രൈവറെ കൂടാതെ എത്ര പേരെ കയറ്റുവാൻ അനുവാദമുണ്ട്? അനുവാദമില്ല. ABS വാണിംഗ് ലാമ്പ് വാഹനം ഓടിക്കൊണ്ടിരിക്കവേ തെളിഞ്ഞു നിന്നാൽ? ഓപ്ഷൻ ബി വാഹനം തുടർന്ന് ഉപയോഗിക്കാവുന്നതാണ്. ടർബോ ചാർജർ എഞ്ചിനിൽ ഉപയോഗിക്കുന്നത് എന്ത്? ഓപ്ഷൻ എ എഞ്ചിന്റെ അകത്തേക്ക് വായു പ്രവാഹം വർദ്ധിപ്പിക്കുന്നതിന്. ടർബോ ചാർജർ ഉപയോഗിക്കുന്നത് എഞ്ചിന്റെ അകത്തേക്ക് വായു പ്രവാഹം വർദ്ധിപ്പിക്കുന്നതിന്. ഹീറ്റ് പ്ലഗ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ സി ഡീസൽ എഞ്ചിനുകളിൽ. ഹീറ്റ് പ്ലഗ് ഉപയോഗിക്കുന്നത് ഡീസൽ എഞ്ചിനുകളിൽ. ECU എന്നാൽ എന്ത്? ഓപ്ഷൻ സി ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ്. ECU ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ്. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആയിരുന്നു. കാറുകളിൽ AC കണ്ടൻസറിന്റെ സ്ഥാനം. ഓപ്ഷൻ എ റേഡിയേറ്ററിന് മുന്നിൽ. ഒരു ടയറിൽ 185/65/R14 എന്ന് കാണുന്നു. ഇതിൽ 14 സൂചിപ്പിക്കുന്നത് എന്താണ്? ഓപ്ഷൻ ഡി റിമ്മിന്റെ വ്യാസം. ടയർ പ്രഷർ സൂചിപ്പിക്കുന്നതിൽ PSI എന്നതിൻ്റെ പൂർണ്ണരൂപം എന്ത്? ഓപ്ഷൻ എ പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ച്. PSI പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ച്.
താഴെ കാണിച്ചിരിക്കുന്ന ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ നിർത്തരുത്. താഴെ കാണിച്ചിരിക്കുന്ന ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ നിർത്തരുത്. ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ പെർമിറ്റിന്റെ കാലാവധി? ഓപ്ഷൻ സി 5 വർഷം. ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ പെർമിറ്റിന്റെ കാലാവധി 5 വർഷം. ഒരു എഞ്ചിനിൽ എക്സ്ഹോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ ഉപയോഗിക്കുന്നത് എന്തിന്? ഓപ്ഷൻ എ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുവാൻ. ഒരു എഞ്ചിനിൽ എക്സ്ഹോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ ഉപയോഗിക്കുന്നത് അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുവാൻ. എയർ ബാഗിൽ കാണുന്ന SRS എന്നാൽ എന്ത്? സപ്ലിമെന്ററി റെസ്റ്ററന്റ് സിസ്റ്റം. ബൈറ്റിംഗ് പോയിന്റ് എന്തിനെ സംബന്ധിച്ച വാക്കാണ്? ഓപ്ഷൻ ബി വാഹനം ചലിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട്. BS4 എഞ്ചിൻ എന്നതിലെ BS എന്തിനെ സൂചിപ്പിക്കുന്നു? ഭാരത് സ്റ്റേജ്. BS4 എഞ്ചിൻ എന്നതിലെ BS എന്തിനെ സൂചിപ്പിക്കുന്നു? ഭാരത് സ്റ്റേജ്. ഒരു വാഹനത്തിലെ MIL എന്നാൽ എന്ത്? ഓപ്ഷൻ ബി മാൽ ഫങ്ഷൻ ഇൻഡിക്കേറ്റർ ലാമ്പ്. MIL മാൽ ഫങ്ഷൻ ഇൻഡിക്കേറ്റർ ലാമ്പ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപകടകരമായ ചരക്കുകൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി? ഓപ്ഷൻ സി 3 വർഷം. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്